ആ ഡോക്ടർ പറഞ്ഞു ഇത് കോംപ്ലിക്കേഷൻ ആണ്, അല്ലാതെ ചികിത്സാ പിഴവല്ല എന്ന് പറഞ്ഞു. ഡോക്ടറാണോ പറഞ്ഞത്? അപ്പൊ ഇത് ചികിത്സാ പിഴവല്ല, കോംപ്ലിക്കേഷൻ ആണെങ്കിൽ കോംപ്ലിക്കേഷൻ നടന്നിക്കുമ്പം ഡോക്ടർ ഒന്നെങ്കിൽ രോഗിയോടോ വീട്ടുകാരോടോ പറയേണ്ട ബാധ്യത ഡോക്ടറിനുണ്ട്. ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമയുണ്ട്. പക്ഷെ ഈ ഡോക്ടർ നമ്മുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. എന്തായാലും ഈ ചെയ്ത ഡോക്ടറിന് അറിയാം. എന്തുകൊണ്ട് ഭയക്കണം? ഡോക്ടറിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഡോക്ടർ എന്തുകൊണ്ടാണ് ഭയക്കേണ്ടത്? ഡോക്ടർ ഭയക്കേണ്ട കാര്യമല്ലല്ലോ. ആ സമയത്തിന് ഡോക്ടർ ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടിട്ടില്ല. ഉള്ളിൽ SIT അവിടുത്തെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞതാ ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടിട്ടില്ല, പുറമെ മാത്രമേ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ. പുറമെ സ്റ്റിച്ച് ഇട്ടതുകൊണ്ടാണ് ഈ മലം വന്നപ്പോഴത്തേക്ക് പുറത്തെ സ്റ്റിച്ചും പോയത്. ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടെങ്കിൽ അങ്ങനെ പോകൂലെന്നാണ് അവർ പറയുന്നത്. ഇത്രയും അവര് അത്രയും ഈ 2.7 സെന്റിമീറ്ററോളം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തിനും പേടിക്കണം? അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നിട്ടില്ലെങ്കിൽ അവർ പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് നമുക്ക് തുറന്ന് പറയാം. തുറന്ന് പറഞ്ഞ് അന്ന് തന്നെ നമുക്ക് തുറന്നുള്ള ചികിത്സ നൽകിയിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഈ 23 വയസ്സിന്റെ ഇടയ്ക്ക് 5 സർജറിയാണ് ചെയ്തേക്കുന്നത്. ഈ 8 മാസം കൊണ്ടാണ് എനിക്ക് സർജറി ഫുള്ള് ചെയ്തേക്കുന്നത്. ഇപ്പം മോന് അത് 4 വർഷം കൂടിയിരുന്ന് കിട്ടിയ മോന്, അവനൊന്ന് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കൊന്ന് എടുക്കാനോ ഒന്ന് മുലവെട്ടാനോ എൻ്റെ ചൂട് കൊടുക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. ആ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാക്കിയത് ഈ ബിന്ദു ഡോക്ടറാണ്. ഈ ചുമ്മാ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് അവരെന്നെ അയച്ചത് കോംപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞ് തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഏത് ഹോസ്പിറ്റൽ, ഇപ്പം സർക്കാരിൻ്റെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമ്മൾ ഡോക്ടർമാർക്ക് പൈസ കൊടുത്താൽ മാത്രമേ അവർ ഓപ്പറേഷൻ ഡേറ്റ് വരെ നമുക്ക് തരുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ല എന്തിനാണ് നമ്മൾ പ്രൈവറ്റിൽ പോകുന്നതല്ലേ നല്ലത്? നമ്മുടെ പ്രൈവറ്റിൽ പോയാൽ നമ്മുടെ ജീവൻ എങ്ങനെ തിരിച്ചിട്ട്. ഇപ്പം ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം തന്നെ കടയ്ക്ക് കിംസാർ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. കാരണം അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ കടയ്ക്കിൽ പോണത്. മെഡിക്കൽ കോളേജിലെ ചികിത്സ എനിക്ക് ശരിയാവാത്തത് കൊണ്ടാണ് ഞാൻ പോണത്. ഡോക്ടർമാരുടെ സർക്കാർ ആശുപത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് പേർക്കാണ് നമ്മൾ പ്രൈവറ്റിൽ പോണത്.